നമ്മുടെ പറമ്പില് വന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കർക്കിടക മാസം ആയതുകൊണ്ട് ഇന്ന് നമ്മള് പത്തില തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും തന്നെ അറിയാം എന്താണ് പത്തില തോരൻ, അത് കർക്കിടകത്തിൽ കഴിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം. അപ്പൊ നമ്മൾ നമ്മുടെ പറമ്പില് ഓരോ ഇലകള് ഏതൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ പറമ്പ്. ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നത് മധുരക്കിഴങ്ങ് നട്ടിട്ടുള്ളതാണ് കേട്ടോ അമ്മ. പിന്നെ ബാക്കി ഇഞ്ചി നട്ടിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഇഞ്ചിയും മഞ്ഞളും കാപ്പി അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ കൃഷികൾ. പിന്നെ നമ്മുടെ പറമ്പിനോട് ചേർന്നിട്ടുള്ള വീടാണ് സുധ ചേച്ചിയുടെ വീട് കേട്ടോ. ഞാൻ ക്യാമറ കൊണ്ട് വന്നപ്പോൾ തന്നെ സുധ ചേച്ചിക്ക് ഭയങ്കര ചമ്മലായിട്ട് നിൽക്കുകയാണ്. ഇതാണ് അവിടുത്തെ ചാച്ചൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇലകൾ പറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യം നമ്മുടെ മധുരച്ചീര, പ്രഷർ ചീര എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ പറിക്കുന്നത്. എല്ലാം പറിച്ചെടുക്കുന്ന ആൾ അമ്മയാണ് കേട്ടോ. പിന്നെ പറിക്കുന്നത് ചേമ്പിലയാണ് രണ്ടാമതായിട്ട് പറിച്ചെടുക്കുന്നത്. ഏകദേശം ചേമ്പിന്റെ ഇല പറിച്ചു. പിന്നെ ഈ പ്രഷർ ചീര, മധുരച്ചീര എന്നൊക്കെ പറയില്ലേ, ആ ഇല പറിച്ചിട്ടുണ്ട്. ഇനി മത്തന്റെ, കുമ്പളത്തിന്റെ, വെള്ളരി ഒന്നും കിട്ടുമോന്ന് അറിയില്ല കേട്ടോ ഗൈസ്. പിന്നെ കറക്റ്റ് 10 ഇലകൾ തന്നെ നമുക്ക് ഉപ്പേരി വെക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. കർക്കിടകത്തിൽ പൊതുവായിട്ട് പറയുന്നതാണ് 10 ഇല തോരൻ എന്നുള്ളത്. അതിൽ 10 ഇലകൾ തന്നെ പാടുള്ളൂ എന്നില്ല. 10ൽ കൂടുതൽ ഇലകളായാലും കുഴപ്പമൊന്നുമില്ല. അമ്മ മുമ്പിൽ പോകുന്നുണ്ട് കേട്ടോ. അമ്മയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും നല്ല ധൈര്യശാലി. അമ്മ കാടൊക്കെ വെട്ടിത്തെളിച്ച് വഴിയൊക്കെ വെട്ടി പോയിട്ടുണ്ട്. കാരണം മഴ പെയ്ത് ഫുള്ള് കാടായിരുന്നു കേട്ടോ. എപ്പൊ ഇവിടെ സ്കിഡായി വീഴാന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് പൊന്നാങ്കണ്ണിയാണ് ഗൈസ്. കണ്ട അമ്മ പറഞ്ഞ കേട്ടോ, ഇതാണ് പൊന്നാങ്കണ്ണിയാണ് കേട്ടോ. ഇത് പൊന്നാങ്കണ്ണി എന്ന് പറയുന്ന ഇലയാണ് കേട്ടോ. അതിന്റെ ശാസ്ത്രീയമായ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എത്ര ഇല കിട്ടിയമ്മയെ കാണിക്കേ, ഏതൊക്കെയാന്ന് പറ. പൊന്നാങ്കണ്ണി, ചീര, പ്രഷർ ചീര, മത്തൻ, ചേമ്പ്. ഇപ്പൊ ഇത്രയും ഇലകളാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. നമുക്കപ്പൊ ഇനി കുറച്ചുകൂടി ഇലകളൊക്കെ പറിക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ പറമ്പൊക്കെ. ഇവിടെ മാത്രമാണ് അത്യാവശ്യം വലിയ കാര്യമായിട്ട് കാടൊന്നും കയറാത്തതുള്ളത്. അമ്മ കാര്യമായിട്ട് പറിക്കുന്നുണ്ട്. തനുമോളും പറയുന്നുണ്ട് അത് പറിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഇലകൾ നോക്കട്ടെ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഇല എന്ന് പറയുന്നത് തൊട്ടാവാടിയുടെ ഇലയായിരുന്നു കേട്ടോ. തൊട്ടാവാടി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്. ഉപ്പേരിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ തൊട്ടാവാടിയുടെ ഇല എടുത്തു. അതുപോലെ തന്നെ ചൊറുതണം എന്നൊക്കെ പറയാറില്ലേ, അതിൻ്റെ ഇല തൊട്ട് കഴിഞ്ഞാൽ ചൊറിയൂ കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ മണിത്തക്കാളിയുടെ ഇല എടുത്തു. പിന്നെ നല്ല പച്ചക്കാന്താരിയുടെ ഇലയും എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും ഇലകളാണ് നമ്മൾ പറമ്പിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി ചേനത്താളൊക്കെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കണം. ഇത് നമ്മുടെ ഇഞ്ചി കൃഷിയാണ് കേട്ടോ. ഇഞ്ചി നല്ല ഭംഗിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേന പറമ്പിലുണ്ടായിരുന്നത് ഇല, തളിര ഇല വേണം എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തില്ല കേട്ടോ. തനുമോളാണെങ്കിൽ ചേമ്പിൻ താളിനകത്ത് വെള്ളം കണ്ടപ്പോൾ അത് കണ്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ മൊത്തം 9ഓളം ഇലകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒരു കുമ്പിളാക്കിയിട്ട് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. വീടെത്തിക്കഴിഞ്ഞ് പിന്നെ പ്രധാന പരിപാടി അത് അരിഞ്ഞ് ഉപ്പേരി വെക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഇലയല്ലല്ലോ, ഒരുപാട് ഇലകൾ കൂടി ചേരുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനും. സാധാരണ ഉപ്പേരി വെക്കുന്ന മോഡലിൽ തന്നെയാണ് വെക്കുന്നത്. ഇച്ചിരി വെളുത്തുള്ളി മാത്രം കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ചൂടുള്ള ചോറിലേക്ക് ആവി പറക്കുന്ന നമ്മുടെ ഉപ്പേരി ഇട്ട് കൊടുത്ത് ഒരു ഉണ്ട ചമ്മന്തിയും കൂടെ വെച്ച് കൊടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൽ 10 ഇല തോരൻ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ. നിർബന്ധമായി ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, അത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്, ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ കഴിക്കാത്തവർ നിർബന്ധമായിട്ടും കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ